Dear students, in this video we shall begin our discussions on the second module of your Corporate Regulations and Administration paper. The second module we shall begin formation of a company. So this module is all about the formation of a company. First, what do you mean by formation? എന്താണ് formation? ഒരു കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ആളുകളിൽ ഉണ്ടാകണം. അപ്പം അങ്ങനെ ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം ഐഡിയ എന്താ, നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റിയാണ് ഏറ്റെടുക്കേണ്ടത്, ഇത് ഏത് രീതിയിൽ വേണം ഫോം ചെയ്യാൻ, പബ്ലിക് ലിമിറ്റഡ് ആണോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, ലയബിലിറ്റി ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിരിക്കണം, അല്ലെങ്കിൽ ലയബിലിറ്റി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആകണമോ, അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആകണമോ, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ആദ്യമായിട്ട് തീരുമാനിക്കണം. പിന്നീട് ഈ കമ്പനിയുടെ പേര് തീരുമാനിക്കണം, ലൊക്കേഷൻ തീരുമാനിക്കണം. അപ്പോൾ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഇനീഷ്യൽ വർക്കുകളെല്ലാം ചെയ്യുന്ന ആളുകളെ നമ്മൾ പ്രൊമോട്ടേഴ്സായിട്ട് പറയും. അപ്പോൾ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്, നമ്മൾ ദി പേഴ്സൺസ് ബിഹൈൻഡ് ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി ഡിസൈഡ് whether the company should be a public company, private company, or what business should be undertaken by the business. Or again, so innumerable decisions like this has to be taken by the persons who take the initiative for the formation of a company. So ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുകയും ഒരു കമ്പനി ഫോം ചെയ്യാൻ മുന്നോട്ട് വരികയും ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? They are generally named as promoters. ഇങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്യാനുള്ള ഐഡിയ ജനറേറ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ഫുൾഫിൽ ചെയ്യുകയും ഒരു കമ്പനി ഫോം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു പേരാണ് പ്രൊമോട്ടേഴ്സ്. അപ്പോൾ അവർ ഒരു കമ്പനിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റയർ പ്രിലിമിനറി വർക്ക്, പ്രൊമോട്ടേഴ്സ് ഡു ദി നെസസറി പ്രിലിമിനറി വർക്ക് റിഗാർഡിംഗ് ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഇതാണ് നമ്മൾ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഓർത്തിരിക്കേണ്ടത്. ഇനി സോ ദർ ക്യാൻ ബി എ ക്വസ്റ്റ്യൻ ഫോർ 2 marks or 3 marks. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി? ഇത് 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ആണെങ്കിൽ നമ്മൾ വെറുതെ ആ 4 സ്റ്റേജസ് അത് നോട്ട് ചെയ്താൽ മതി. ദേ ആർ പ്രൊമോഷൻ, registration of or incorporation, raising of capital, commencement of business. ഇപ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനോ ആണെങ്കിൽ ഈ ഒരൊറ്റ ആൻസർ നമ്മൾ കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ഈ ഓരോന്നിനെക്കുറിച്ചും പ്രൊമോഷൻ എന്താണ് ഒരു സെൻറ്റൻസിൽ കൊടുക്കുക. എഗെയിൻ രജിസ്ട്രേഷൻ, വാട്ട് യു മീൻ ബൈ രജിസ്ട്രേഷൻ, വാട്ട് ഈസ് റൈസിങ് ഓഫ് ക്യാപിറ്റൽ, ദെൻ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഇതെല്ലാം ദ ഫോർമാലിറ്റീസ് റിഗാർഡിംഗ് ദി കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് എന്താ ഒരു 4 സ്റ്റെപ്സ് ആയിട്ട് അത് ഓർമ്മയിലിരിക്കട്ടെ. ദെൻ നെക്സ്റ്റ് ഈസ് ബോഡി കോർപ്പറേറ്റ്. എന്താണ് ഒരു ബോഡി കോർപ്പറേറ്റ്? ബോഡി കോർപ്പറേറ്റ് ബ്രോഡ്ലി മീൻസ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി വിച്ച് ഹാസ് എ ലീഗൽ എക്സിസ്റ്റൻസ്. ഇപ്പം നിയമപരമായ നിലനിൽപ്പുള്ള ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ് നമ്മൾ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. The 2013 defines the expression in the following words. 2013 കമ്പനീസ് ആക്ട് കോർപ്പറേറ്റ് ബോഡി കോർപ്പറേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ബോഡി കോർപ്പറേറ്റ് ഓർ കോർപ്പറേഷൻ ഇൻക്ലൂഡ്സ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇപ്പോൾ എന്താ, ബോഡി കോർപ്പറേറ്റ് ഓർ കോർപ്പറേഷൻ ഇൻക്ലൂഡ്സ് എ കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കുള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിൽ മറ്റൊരു രാജ്യത്ത് ഔട്ട്സൈഡ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പം ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനികളെ ബോഡി കോർപ്പറേറ്റിൽ ഉൾപ്പെടുത്താം. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം എന്താണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ബോഡി കോർപ്പറേറ്റിൻ്റെ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തുന്നില്ല. ദെൻ സെക്കൻഡ്ലി, എനി other body corporate which
the central government may, by specific notification, specify in this behalf. Section 2, Section 11. It is clear from this definition that a body corporate created under the provisions of the Companies Act by following all the four stages mentioned, that is, all these four stages mentioned എന്താണ്? Promotion, registration or incorporation, raising of capital and commencement of business. ഈ 4 സ്റ്റേജസും കടന്ന് നിലവിൽ വരുന്ന ഒരു കമ്പനി എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ബോഡി കോർപ്പറേറ്റ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ അത് ഓർത്തിരിക്കുക. വാട്ട് ഈസ് എ ബോഡി കോർപ്പറേറ്റ്? ദ നെക്സ്റ്റ് ഈസ് ഹു ഈസ് എ പ്രൊമോട്ടർ. ഈ പ്രൊമോട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് 2018 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹു ഈസ് എ പ്രൊമോട്ടർ? ദെൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്. വാട്ട് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി? ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തി 15 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എന്താ? ഹു ഈസ് എ പ്രൊമോട്ടർ, ഒരു പ്രൊമോട്ടർ ആരാണ്? ദെൻ വാട്ട് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഓർ ഡ്യൂട്ടി ഓഫ് എ പ്രൊമോട്ടർ. ഇത് 2018 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഞാൻ ഈ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2018 ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂവിൻ്റെ ആൻസർ റെഫർ ചെയ്യുക. നിങ്ങൾക്ക് ജനറലായിട്ട് ഈ കാര്യങ്ങൾ ഈ ഒരു ഡിസ്കഷനിലൂടെ മനസ്സിലായതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സൈഡിൽ തന്നെ കാണാവുന്നതാണ്. ഹു ഈസ് എ പ്രൊമോട്ടർ? ദി എക്സ്പ്രഷൻ പ്രൊമോട്ടർ ഈസ് യൂസ്ഡ് ടു റെഫർ ടു എ പേഴ്സൺ ഹു ഡസ് ഓൾ ദി പ്രിലിമിനറി വർക്ക്. ഇപ്പം എന്താ? ഒരു കമ്പനിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രിലിമിനറി വർക്കുകളും ചെയ്യുന്ന ഒരു പേഴ്സണാണ് പ്രൊമോട്ടർ. എ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ഓൾ ദി പ്രിലിമിനറി വർക്ക് in relation to the formation of a company, he is a promoter. He is a person who brings a company into existence. എന്താ ഹൂ ഈസ് എ പ്രൊമോട്ടർ എന്ന് ചോദിച്ചാൽ ഈ 2 സെൻറ്റൻസ് കൊടുത്താൽ മതി, ഡെഫിനിഷൻ അല്ല. ഹൂ ഈസ് എ പ്രൊമോട്ടർ? അപ്പം എന്താ? പ്രൊമോട്ടർ ഈസ് യൂസ് ടു റെഫർ, അല്ലെങ്കിൽ ദി എക്സ്പ്രഷൻ പ്രൊമോട്ടർ ഈസ് യൂസ് ടു റെഫർ ടു എ പേഴ്സൺ ഹു ഡസ് ഓൾ ദി പ്രിലിമിനറി വർക്ക് നീഡഡ് ഫോർ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. സോ പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ ഹു ഡസ് all the preliminary work needed for the formation of a company. Again, he is a person who brings a company into existence. ഒരു കമ്പനിയെ നിലവിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തി എന്തായിട്ട് നമ്മൾ പറയും? പ്രൊമോട്ടറായിട്ട് പറയപ്പെടും. Then the word promoter is defined in the Companies Act as follows. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ 2013 കമ്പനീസ് ആക്ടിൽ പ്രൊമോട്ടറിന് ഒരു കൃത്യമായ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. So the promoter means a person who has been named as such in the prospectus. കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ പ്രൊമോട്ടറായിട്ട് തന്നെ പേരുൾപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികൾ. So who has been named as such in a prospectus, who has been named as such എന്ന് പറഞ്ഞാൽ who has been named as a promoter in the prospectus or is identified by the company in the annual return referred to in section 92. അല്ലെങ്കിൽ എന്താണ്? കമ്പനി അതിൻ്റെ ആനുവൽ റിട്ടേണിൽ പ്രൊമോട്ടറായിട്ട് തന്നെ റെഫർ ചെയ്തിരിക്കുന്ന വ്യക്തി. ദെൻ ബി, ഹു ഹാസ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വെദർ ആസ് എ ഷെയർ ഹോൾഡർ, ഡയറക്ടർ ഓർ അതർവൈസ്. കമ്പനിയുടെ അഫയേഴ്സിൻ്റെ മേൽ വ്യക്തമായ കൺട്രോൾ ഉള്ള ഒരു വ്യക്തി. ദെൻ ഓർ, സോ നമ്മളെന്താ കൺട്രോൾ ഉണ്ടായിരിക്കണം. ഇപ്പം രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് ഓർ. ഇൻ അക്കോർഡൻസ് വിത്ത് ഹൂസ് അഡ്വൈസ്, ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനീസ് അക്കസ്റ്റം ടു ആക്ട്. അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമോ ഉപദേശമോ അനുസരിച്ചാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രവർത്തിക്കുന്നത്, ആ വ്യക്തി ആരായിട്ട് അറിയപ്പെടും? പ്രൊമോട്ടറായിട്ട് അറിയപ്പെടും. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യപ്പെടുന്ന ആരാണോ ഈ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന അങ്ങനെയുള്ള വ്യക്തികളെയാണ് കമ്പനീസ് ആക്ടിലെ പ്രൊമോട്ടറിൻ്റെ ഡെഫിനേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നൗ വി ഷാൽ ഡിസ്കസ് ദി ലീഗൽ പൊസിഷൻ ഓഫ് എ പ്രൊമോട്ടർ ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൊമോട്ടറിൻ്റെ ലീഗൽ പൊസിഷൻ എന്താണ്? ലീഗലി ഒരു പ്രൊമോട്ടറിൻ്റെ പൊസിഷൻ എന്താണ്? So നമുക്കെന്താ, it is very difficult to clearly state the exact legal position of a promoter.
ഒരു പ്രൊമോട്ടറിൻ്റെ എക്സാക്ട് ലീഗൽ പൊസിഷൻ ഡിനോട്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ദെൻ ഹീ ഈസ് നോട്ട് എൻ ഏജൻറ്റ്. നിയമപ്രകാരം പ്രൊമോട്ടർ ഒരു ഏജൻ്റ് അല്ല. ബിക്കോസ് ദർ ഈസ് നോ പ്രിൻസിപ്പൽ ആൻഡ് ഹീ ഈസ് നോട്ട് എ ട്രസ്റ്റി. അപ്പം പ്രൊമോട്ടർ ഈസ് നോട്ട് എൻ ഏജൻറ്റ് ബിക്കോസ് ദർ ഈസ് നോ പ്രിൻസിപ്പൽ. പ്രൊമോട്ടർ ഒരു ഏജൻ്റ് ആകണമെങ്കിൽ എന്താ ഒരു പ്രിൻസിപ്പൽ വേണം. ഇൻ കേസ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി ദർ ഈസ് നോ പ്രിൻസിപ്പൽ. സോ വി കനോട്ട് സേ പ്രൊമോട്ടർ ഈസ് അൻ ഏജൻറ്റ്. പ്രൊമോട്ടർ ഒരു ഏജൻ്റ് അല്ല. ദെൻ അഗെയിൻ എന്താണ്, there is no principal and he is not a trustee as there is no subsequent trust. There is no subsequent trust. അപ്പം എന്താ, ഒരു ട്രസ്റ്റി റിലേഷൻഷിപ്പ് ഇല്ല. ഹി ഈസ് നോട്ട് എ ബെനഫിഷ്യറി ഓഫ് എ ട്രസ്റ്റ്. ഇപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ എന്താ ഒരു ബെനഫിഷ്യറി ആക്ട് വരുന്നില്ല. സോ ദെൻ നമ്മൾ ആ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് നിങ്ങൾ അത് ഓർമ്മയിൽ വെച്ചേക്കുക. ലീഗൽ പൊസിഷൻ ചോദിക്കുകയാണെങ്കിൽ then the position of a promoter is termed as then quasi trustee. ഒരു ക്വാസി ട്രസ്റ്റി ആയിട്ടാണ്. ക്വാസി ട്രസ്റ്റി എന്താ, ഡീംഡ് ടു ബി എ ട്രസ്റ്റി. ഡീംഡ് ഒരു ട്രസ്റ്റി ആയിട്ട് കണക്കാക്കപ്പെടും. ഇപ്പോൾ പ്രൊമോട്ടർ അയാളുടെ പൊസിഷൻ ദുരുപയോഗം ചെയ്ത് എന്തെങ്കിലും ബെനഫിറ്റ് കരസ്ഥമാക്കുകയാണ് എങ്കിൽ ഹിസ് പൊസിഷൻ വിൽ ബി ലൈക്ക് ദാറ്റ് ഓഫ് എ ട്രസ്റ്റി. അങ്ങനെ ദുരുപയോഗം ചെയ്ത് എന്തെങ്കിലും ബെനഫിറ്റ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഹി വിൽ ബിക്കം ദി ട്രസ്റ്റി. ട്രസ്റ്റി ആയിട്ട് കണക്കാക്കും. അപ്പം അങ്ങനെയുള്ള ആ ബെനഫിറ്റ് അതിനയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഫിഡ്യൂഷ്യറി പൊസിഷൻ ഹി ഹാസ് വിത്ത് ദി കമ്പനി. ഹി ഈസ് പ്രൊമോട്ടിങ്. ഇതെന്തുകൊണ്ട്, സാമ്പത്തിക ബന്ധം, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യാനുള്ള ഒരു പൊസിഷൻ പ്രൊമോട്ടർക്കുള്ളത് കൊണ്ടാണ് ക്വാസി ട്രസ്റ്റി പൊസിഷൻ വരുന്നത്. ക്വാസി ട്രസ്റ്റി ഡീംഡ് ടു ബി എ ട്രസ്റ്റി അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ്. സോ എ ഫിഡ്യൂഷ്യറി പൊസിഷൻ സിഗ്നിഫൈസ് എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് വേണം. ഉത്തമ വിശ്വാസം. ഇപ്പം എന്താ, കമ്പനിയുടെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഒരു പ്രൊമോട്ടറായിട്ട് അറിയപ്പെടുന്നത്. ദെൻ ദി ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ എന്യൂമറേറ്റഡ് ബിലോ. നമ്മളത് പിന്നീട് നോക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഫിഡ്യൂഷ്യറി പൊസിഷൻ്റെ ഇമ്പോർട്ടൻസ് ഓർത്തിരിക്കുക. ലീഗൽ പൊസിഷൻ. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. പ്രൊമോട്ടർ ഒരു ഏജൻ്റ് അല്ല. രണ്ടാമത്, പ്രൊമോട്ടർ ഈസ് നോട്ട് എ ട്രസ്റ്റി. പിന്നീട് എന്താണ്, he can under certain circumstances his position can be also of a quasi trustee deemed to be a trustee under certain circumstances. Then duties and liabilities of promoters. The promoter stands in a fiduciary position towards the company. അപ്പം എന്താ, പ്രൊമോട്ടർക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതുപോലെ ഹിസ് റിലേഷൻഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. സാമ്പത്തിക ബന്ധമുണ്ട്. പെക്യൂണിയറി ഇൻട്രസ്റ്റ് അല്ല, ഫിഡ്യൂഷ്യറി ഇൻട്രസ്റ്റ് ആണ്. ഫിഡ്യൂഷ്യറി എന്താ, എ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. അപ്പം ട്രസ്റ്റിലും കോൺഫിഡൻസിലും, ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഒരു പ്രൊമോട്ടറിൻ്റെ പൊസിഷൻ. സോ ദി ഫോളോയിങ് കോൺസിക്വൻസസ് ഫോളോ ഫ്രം ഹിസ് ഫിഡ്യൂഷ്യറി പൊസിഷൻ. ഇങ്ങനൊരു ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസിൽ അടിസ്ഥാനമായ ഒരു സ്ഥാനമാണ്, പൊസിഷനാണ് പ്രൊമോട്ടർക്കുള്ളത്. അപ്പം അതുകൊണ്ട് പ്രൊമോട്ടർക്ക് പ്രധാനമായിട്ടും താഴെ പറയുന്ന ഡ്യൂട്ടീസാണുള്ളത്. ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്. നമ്പർ 1, പ്രൊമോട്ടർ മസ്റ്റ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ്. അപ്പോൾ സീക്രട്ട് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹിസ് പൊസിഷൻ വിൽ ബി ദാറ്റ് ഓഫ് എ ക്വാസി ട്രസ്റ്റി. രഹസ്യമായിട്ട് ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ the promoter will be considered as a quasi trustee. So he should not make any secret profit at the expense of the company that is being formed. In any such secret profit is obtained, the company can claim the benefit from the promoter. അങ്ങനെ കമ്പനിയെ അറിയിക്കാതെ പ്രൊമോട്ടർ അയാളുടെ പൊസിഷൻ മിസ്യൂസ് ചെയ്ത് എന്തെങ്കിലും സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പനി ക്യാൻ ക്ലെയിം ദാറ്റ് പ്രോഫിറ്റ്.
അപ്പം അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടായി കഴിയുമ്പോൾ എന്താണ്, റിലേഷൻഷിപ്പ് മാറുന്നു. റിലേഷൻഷിപ്പ് എന്തായിട്ടാണ് മാറുന്നത്? അതൊരു ക്വാസി ട്രസ്റ്റി ആയിട്ട് മാറും. അതോടുകൂടി ഈ റിലേഷൻഷിപ്പ് മാറിപ്പോകുന്നു. Then secondly, the results of all the negotiations entered into by the promoter on behalf of the company should be given to the company itself. അപ്പം കമ്പനിക്ക് വേണ്ടി പ്രൊമോട്ടേഴ്സ് നടത്തുന്ന എല്ലാ നെഗോസിയേഷൻസിൻ്റെയും, എല്ലാ ബിസിനസ് നെഗോസിയേഷൻസിൻ്റെയും ഡീലിങ്സിൻ്റെയും ബെനിഫിറ്റ് അത് കമ്പനിക്ക് തന്നെ മടക്കി കൊടുക്കണം. അത് കമ്പനിയുടേതാണ്. If the promoter appropriates any such benefits, the company is entitled to claim that. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് പ്രൊമോട്ടർ കൈവശമാക്കുന്നുണ്ടെങ്കിൽ the company can claim that. 3. When the promoters enter into any contract with the company, directly or indirectly, any interest or profit on the part of the promoter should be fully disclosed to the company. പ്രൊമോട്ടേഴ്സ് കമ്പനിയുമായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് എങ്കിൽ പ്രൊമോട്ടർക്ക് ആ പർട്ടിക്കുലർ കോൺട്രാക്റ്റിലുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കണം. ഇത് പ്രൊമോട്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. ദെൻ ദി ഫോർത്ത് വൺ ഈസ് ദി പ്രൊമോട്ടർ ഷുഡ് നോട്ട് കോസ് എനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓർ ഫ്രോഡ് ഓവർ എനി കോൺട്രാക്ട് വിത്ത് ദി കമ്പനി. പ്രൊമോട്ടേഴ്സ് ഒരിക്കലും എന്താണ് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് കമ്പനിയുടെ മേൽ ചെലുത്താൻ പാടില്ല. പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു പർട്ടിക്കുലർ ഫിഡ്യൂഷറി പൊസിഷൻ, ഒരു പ്രൊമോട്ടറിന് കമ്പനിയിലുള്ള ഫിഡ്യൂഷറി പൊസിഷൻ ദുരുപയോഗം ചെയ്ത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പാടില്ല കോൺട്രാക്റ്റുകൾ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമ്മൾ അതിൻ്റെ എക്സാക്ട് മീനിങ് പറഞ്ഞാൽ ഡോമിനേഷൻ ഓഫ് എ വീക്ക് മൈൻഡ് ബൈ എ സ്ട്രോങ് മൈൻഡ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ നിന്നുമാണ്. ഒരു പ്രൊമോട്ടറിന് കമ്പനിയുമായിട്ടുള്ള ഫിഡ്യൂഷറി റിലേഷൻഷിപ്പിൽ നിന്നും പ്രൊമോട്ടർക്ക് വേണമെങ്കിൽ കമ്പനിയുടെ മേൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്താനുള്ളൊരു പൊസിഷനുണ്ട്. പക്ഷെ പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് ഹി ഷുഡ് നോട്ട് ഇമ്പോസ് അല്ലെങ്കിൽ ഹി ഷുഡ് നോട്ട് കോസ് എനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓർ ഫ്രോഡ് ഓവർ ദി കോൺട്രാക്ട് വിത്ത് ദി കമ്പനി. ദേ ഷുഡ് നോട്ട് മേക്ക് എനി അൺഫെയർ യൂസ് ഓഫ് ദിയർ പൊസിഷൻ. പ്രൊമോട്ടേഴ്സ് ഒരിക്കലും അവരുടെ ഫിഡ്യൂസറി പൊസിഷൻ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പാടില്ല. So when there is an issue of prospectus, the promoter is vested with few more duties. അപ്പോൾ എന്താ, നമ്മൾ ആ മുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 4 കാര്യങ്ങൾ നോർമലി ഒരു പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടിയാണ് നോർമൽ സർക്കംസ്റ്റാൻസസിൽ. ഇനി ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുകയും കമ്പനി ഒരു പബ്ലിക് ഓഫറിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ പ്രൊമോട്ടേഴ്സിന് വീണ്ടും അഡീഷണൽ ആയിട്ട് 2 ഡ്യൂട്ടിയും കൂടെ വരും. കമ്പനി ലോ വെസ്റ്റഡ്, കമ്പനി ലോ ഏൽപ്പിച്ചു കൊടുക്കുന്ന 2 ഡ്യൂട്ടി ഉണ്ട്. വൺ ഈസ് ദി പ്രൊമോട്ടേഴ്സ് മസ്റ്റ് സീ ദാറ്റ് ദി പ്രോസ്പെക്ടസ് കണ്ടെയ്ൻ ഓൾ ദി പർട്ടിക്കുലർ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 26 ഓഫ് ദി കമ്പനീസ് ആക്ട്. ഇപ്പൊ പ്രൊമോട്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ് കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 26 പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. ഒരു പ്രോസ്പെക്ടസിൽ എന്തൊക്കെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം, ദി കണ്ടൻസ് ഓഫ് എ പ്രോസ്പെക്ടസ് ദാറ്റ് ഈസ് ക്ലിയർലി ഗിവൺ ഇൻ സെക്ഷൻ 26 ഓഫ് ദി കമ്പനീസ് ആക്ട്. അപ്പം സെക്ഷൻ 26 പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാനുള്ള ഡ്യൂട്ടി പ്രൊമോട്ടേഴ്സിനുണ്ട് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂയിങ് എ പ്രോസ്പെക്ടസ്. Then the second one is they should ensure that the prospectus does not contain any untrue statement. Prospectus തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇല്ല എന്ന് ഉറപ്പാക്കണം. പ്രോസ്പെക്ടസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം 100% കറക്റ്റ് ആയിരിക്കണം. തെറ്റായ കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. ഈ പറഞ്ഞിരിക്കുന്ന 4 അത് ജനറൽ ആയിട്ട് വരുന്ന ഡ്യൂട്ടിയാണ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ഉൾപ്പെടെ പ്രധാനമായിട്ടും എന്താണ് 6 കാര്യങ്ങളാണ് പ്രൊമോട്ടേഴ്സിന്റെ ഡ്യൂട്ടി ആയിട്ട് കമ്പനീസ് ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ അടുത്ത റെമ്യൂണറേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട റെമ്യൂണറേഷൻ എന്തൊക്കെയാണ്? The promoters do not have a right to remuneration against the company unless there is a contract to that effect.
കമ്പനിയുമായിട്ട് റെമ്യൂണറേഷൻ എലിജിബിലിറ്റി ഉണ്ട് എന്നൊരു കോൺട്രാക്റ്റിൽ പ്രൊമോട്ടേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ജനറലി പ്രൊമോട്ടേഴ്സ് ആർ നോട്ട് eligible to claim any remuneration. They have no right to claim remuneration unless there is a contract to that effect. ഇപ്പോൾ എന്താണ്, റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാമെന്നൊരു എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഇല്ല എങ്കിൽ പ്രൊമോട്ടേഴ്സിന് റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. സോ അത് ആർട്ടിക്കിൾസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും. Usually remuneration is paid to the promoters in any of the following ways. ഇനി പ്രൊമോട്ടേഴ്സിന് റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാമെന്നൊരു കോൺട്രാക്റ്റ് ഉണ്ട് എങ്കിൽ പ്രൊമോട്ടേഴ്സിന് സാധാരണഗതിയിൽ ഏതൊക്കെ രീതിയിലാണ് റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാവുന്നത്? The promoter may purchase the business or other property and sell the same to the company at a higher price, or he may sell his own business to the company at a profit. പ്രൊമോട്ടേഴ്സ് പ്രോപ്പർട്ടിയും അസറ്റ്സും വാങ്ങുകയും അല്ലെങ്കിൽ പ്രൊമോട്ടറിൻ്റെ തന്നെ കമ്പനി ലാഭത്തിന് പുതിയതായിട്ട് ഫോം ചെയ്യുന്ന കമ്പനിക്ക് വിൽക്കാം. ഇതാണ് ആദ്യത്തെ ഒരു രീതി. പ്രൊമോട്ടർ മേ പർച്ചേസ് ദി ബിസിനസ് ഓഫ് അതർ പ്രോപ്പർട്ടി ആൻഡ് സെൽ ദി സെയിം ടു ദി കമ്പനി അറ്റ് എ ഹയർ പ്രൈസ്, ഓർ ഹി മേ സെൽ ഹിസ് ഓൺ ബിസിനസ് ടു ദി കമ്പനി അറ്റ് എ പ്രോഫിറ്റ്. പ്രൊമോട്ടർക്ക് വേണമെങ്കിൽ അയാളുടെ സ്വന്തം ബിസിനസ് ലാഭത്തിന് വിൽക്കാം. ഇതൊരു പ്രൊമോട്ടർക്ക് റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഒരു മാർഗമാണ്. സെക്കൻഡ്ലി, commission may be paid to the promoter on the purchase price of the business or property acquired by the company through him. പ്രൊമോട്ടർ മൂലം അല്ലെങ്കിൽ പ്രൊമോട്ടറിലൂടെ കമ്പനി എന്തെങ്കിലും പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ പ്രൊമോട്ടേഴ്സിന് എന്താ ഒരു കമ്മീഷൻ കമ്പനിക്ക് കൊടുക്കാം. അപ്പം കമ്മീഷൻ മേ ബി പെയ്ഡ് ബൈ ദി കമ്പനി ഓൺ സച്ച് പർച്ചേസസ്. Then third one is the company may pay him a certain lump sum as remuneration for the service. ഇനി അതല്ലെങ്കിൽ എന്താ, കമ്പനിക്ക് ഒരു ലംസം എമൗണ്ട്, ഒരു തുക കമ്പനിക്ക് ഒരു ലംസം എമൗണ്ട് വേണമെങ്കിൽ പ്രൊമോട്ടേഴ്സിന് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കാം. സോ ദിസ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺട്രാക്ട് ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ദി പ്രൊമോട്ടർ. പ്രൊമോട്ടറും പ്രൊമോട്ടർ ഫോം ചെയ്യുന്ന കമ്പനിയും, അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനി, ആ കമ്പനിയുമായിട്ട് ആ പ്രൊമോട്ടർക്കുള്ള കോൺട്രാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രൊമോട്ടറിൻ്റെ റെമ്യൂണറേഷൻ തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണെന്നുള്ളതാണ്. ദെൻ നാലാമത്, പ്രൊമോട്ടർ മേ ബി ഗിവൺ ഫുള്ളി ഓർ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ കൺസിഡറേഷൻ ഓഫ് ദി സർവീസ്. പ്രൊമോട്ടർക്ക് വേണമെങ്കിൽ എന്താണ്, കമ്പനിക്ക് വേണമെങ്കിൽ പ്രൊമോട്ടേഴ്സിന് ഫുള്ളി പെയ്ഡോ അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡോ ആയിരിക്കുന്ന ഷെയർസ് കൊടുക്കാം ഇൻ കൺസിഡറേഷൻ ഓഫ് ദ സർവീസ് ടു ദി കമ്പനി. കമ്പനിക്ക് പ്രൊമോട്ടേഴ്സ് ചെയ്യുന്ന സർവീസിന് പകരമായിട്ട് കമ്പനിയുടെ ഫുള്ളി പെയ്ഡോ പാർട്ട്ലി പെയ്ഡോ ആയ ഷെയർസ് അത് ഫ്രീ ആയിട്ട് കൊടുക്കാം. പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ ബാക്കി എമൗണ്ട് പ്രൊമോട്ടേഴ്സ് പേ ചെയ്യണം. ഫുള്ളി പെയ്ഡ് ആണെങ്കിൽ എന്താണ്, ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നു. Then he may be given a commission on the shares sold. ഇനി വിൽക്കപ്പെടുന്ന ഷെയറിന്റെ മേൽ പ്രൊമോട്ടേഴ്സിന് കമ്മീഷൻ കൊടുക്കാം. Then ആറാമതായിട്ട്, the promoter may be given the option to subscribe within a fixed period for a certain portion of the company's unissued shares at par. കമ്പനിയുടെ ഇഷ്യൂ ചെയ്യാതെ, കമ്പനി അതിൻ്റെ 100% ഷെയർസ് ഒരിക്കലും ഇഷ്യൂ ചെയ്യാറില്ല. ഈ IPOകളിലൊക്കെ വരുന്നൊരു സാധാരണ എന്താണ്, മേ ബി 10%, 20% ഒക്കെ ഷെയർസേ ഉള്ളൂ. അപ്പം അതിനുശേഷവും ഇഷ്യൂ ചെയ്യാതെ കമ്പനിയുടെ കൈവശമിരിക്കുന്ന ഷെയർസിൻ്റെ വേണമെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് പ്രൊമോട്ടേഴ്സിന് സബ്സ്ക്രിപ്ഷനായിട്ട് കമ്പനിക്ക് ഓഫർ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങൾ എന്താണ്, ഹൗ പ്രൊമോട്ടേഴ്സ് ക്യാൻ ബി കോമ്പൻസേറ്റഡ്, അല്ലെങ്കിൽ ഹൗ റെമ്യൂണറേഷൻ ക്യാൻ ബി ഗിവൺ ടു ദി പ്രൊമോട്ടേഴ്സ്. നമ്മൾ ഇന്നത്തെ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ പിന്നാലെ വരുന്ന രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും തുടർന്നുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.